സമരം അവസാനിച്ചിട്ടും യാത്രാക്ലേശം പരിഹരിക്കാനാകാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിൽ നിന്നുള്ള 2 വിമാനങ്ങൾ റദ്ദാക്കി. ദമാം അബുദാബി സർവീസുകളാണ് റദ്ദാക്കിയത്. എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, സമരം അവസാനിപ്പിച്ചിട്ടും ഒരു യാത്ര പുനരാരംഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് റദ്ദാക്കിയിരുന്നു. വിശദാംശങ്ങൾ എങ്ങനെ? തീർച്ചയായും ഈ സമരം അവസാനിച്ചെങ്കിലും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ പൂർണ്ണമായും ഇതുവരെ പഴയപടിയിലാക്കാൻ സാധിച്ചിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 2 വിമാനങ്ങളാണ് ഇന്നും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ദമാം അബുദാബി സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിലേക്ക് എത്തേണ്ടുന്ന റാസൽ ഖൈമയിൽ നിന്നും എത്തേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും ദോഹയിൽ നിന്ന് എത്തേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും കൂടി റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൈകുന്നേരം 3:45 കണ്ണൂരിലേക്ക് എത്തേണ്ട ദമാമിൽ നിന്നും എത്തേണ്ട വിമാനം കൂടി റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെ കണ്ണൂരിൽ നിന്നും പുറപ്പെടേണ്ട 2 വിമാനങ്ങളും കണ്ണൂരിലേക്ക് എത്തേണ്ട 3 വിമാനങ്ങളുമാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ മാത്രമാണ് അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി ഇതുവരെയും പരിഹരിക്കാത്തത് വലിയ പ്രയാസമാണ് യാത്രക്കാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും യാത്ര ചെയ്യാൻ കഴിയാത്തത് മൂലം ഈ എയർ ഇന്ത്യ എക്സ്പ്രസിനെല്ലാം ടിക്കറ്റ് എടുത്തവർ ബാംഗ്ലൂരുവിൽ നിന്നും ഇപ്പോൾ പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഏതായാലും ഇപ്പോഴും ഈ ഒരു പ്രതിസന്ധി തുടരുകയാണ്. തീർച്ചയായും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 2 സർവീസുകളാണ് കണ്ണൂരിൽ നിന്ന് ഇന്ന് റദ്ദാക്കിയിരിക്കുന്നത്. എം സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.